നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. CPIM നെല്ലായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊടും ചൂടിനാശ്വാസമായി മഴയെത്തി. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വനിതാ കമ്മിറ്റിയുടെയും സെന്റ് മേരീസ് കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ദേശീയപാത മണ്ണുത്തി കല്ലിടുക്കിൽ ലോറികൾ കൂട്ടിയിടിച്ച് ക്ലീനർ മരിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം CD സിബി അധ്യക്ഷത വഹിച്ചു. BRC പ്രതിനിധി ജൂണി ടീച്ചർ വിഷയാവതരണം നടത്തി. BRC പ്രതിനിധി സ്റ്റെഫി, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, OSTA അംഗം രാജലക്ഷ്മി, സ്കൂൾ ലീഡർ VA ആദിലക്ഷ്മി, സ്റ്റാഫ് സെക്രട്ടറി MV ഗീത, സീനിയർ അധ്യാപിക ഷീജ ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന മികവുകൾ അവതരിപ്പിച്ചു. CPIM നെല്ലായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പന്തലൂരിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ CPIM കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സമൂഹ ചിത്രവര പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർ ജധീർ TM മുഖ്യപ്രഭാഷണം നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗം PD നെൽസൺ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി TR ലാലു, കാർത്തിക ജയൻ, PK ജിഷ്ണു എന്നിവർ സംസാരിച്ചു. കൊടും ചൂടിനാശ്വാസമായി മഴയെത്തി. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30യോടെയാണ് കൊടകരയിലും സമീപ പ്രദേശങ്ങളിലും മഴ എത്തിയത്. ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിച്ചിരുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ബുധനാഴ്ച പെയ്ത വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ ഇടിമിന്നലിൽ വെള്ളിക്കുളങ്ങരയിൽ തെങ്ങിന് തീപിടിച്ചു. വെള്ളിക്കുളങ്ങര പെട്രോൾ പമ്പിന് സമീപമുള്ള കാവുങ്ങൽ ഫ്രാൻസിസിന്റെ വീട്ടുവളപ്പിലെ തെങ്ങിനാണ് തീപിടിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും സംയുക്തമായി കരിയർ എക്സ്പോ 2K25 സംഘടിപ്പിക്കുന്നു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ മാർച്ച് 15 ശനിയാഴ്ച 9 മണിക്ക് തുടങ്ങുന്ന എക്സ്പോയിൽ 40ഓളം കമ്പനികൾ പങ്കെടുക്കുന്നു. 2000-ലധികം തൊഴിലവസരങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. 2023, 2024, 25 വർഷങ്ങളിൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ആർട്സ് വിഷയങ്ങളിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ 20നും 27നും ഇടയിൽ പ്രായമുള്ളവർക്കുള്ള സുവർണ അവസരമാണിത്. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 8281727656. അടുത്ത നമ്പർ 8921712142. ദേശീയപാത മണ്ണുത്തി കല്ലിടുക്കിൽ ലോറികൾ കൂട്ടിയിടിച്ച് ക്ലീനർ മരിച്ചു. തമിഴ്നാട് കരൂർ സ്വദേശി 40 വയസ്സുള്ള അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കരൂർ
വേലുസ്വാമിപുരം സ്വദേശി ശക്തിവേലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയോരത്ത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ചാണ് അപകടം. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലായിരുന്നു അപകടം. തകരാറിലായതിനെ തുടർന്ന് ദേശീയപാത കല്ലിടുക്കിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിലാണ് മറ്റൊരു ചരക്ക് ലോറി വന്ന് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വനിതാ കമ്മിറ്റിയുടെയും സെന്റ് മേരീസ് കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. സെന്റ് മേരീസ് കോളേജിൽ വെച്ച് നടത്തിയ ദിനാഘോഷം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ടി.എൽ ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രജിത ടി അധ്യക്ഷത വഹിച്ചു. 2025 ഉജ്ജ്വല അവാർഡ് ജേതാവ് ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ് വനിതാദിന സന്ദേശം നൽകി. സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ NS ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ദീപ ജി മുരിക്കൻ, ഭാരവാഹികളായ ഡോക്ടർ സ്മിനി ജെ മൂഞ്ഞേലി, ഡോക്ടർ രശ്മി M, വനിതാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ശാലിനി S എന്നിവർ സംസാരിച്ചു. ആളൂർ വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര ദുർഗാക്ഷേത്രത്തിലെ മകം തൊഴൽ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 4:30 പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം, 8 ആറാട്ടെഴുന്നള്ളിപ്പ്, 9 കാരൂർ ചിറയിൽ ആറാട്ട്, 11 കലശാഭിഷേകം, ശ്രീഭൂതബലി, തുടർന്ന് നാരായണീയ പാരായണം, ഉച്ചയ്ക്ക് 2 മുതൽ മകം തൊഴൽ, വൈകിട്ട് 3:30 കാഴ്ചശിവേലി, പാണ്ടിമേളം, 7:30 തായമ്പക, രാത്രി 8:30 മെഗാ ഷോ, തുടർന്ന് വിളക്കിനെഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവ ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രമന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ, മേൽശാന്തി രാജേഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മേളത്തിന് കൊടകര ഉണ്ണി നേതൃത്വം നൽകി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ചാപ്റ്റർ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന എന്നെന്നും നിങ്ങൾക്കൊപ്പം ബോധവൽക്കരണ യാത്രയ്ക്ക് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസനാണ് യാത്ര നയിക്കുന്നത്. കുന്നംകുളം, തൃപ്രയാർ, ചാലക്കുടി, തൃശൂർ എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ബോധവൽക്കരണ യാത്ര എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചു. തൃശൂരിലെ ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണൽ നടന്ന സ്വീകരണ സമ്മേളനം IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഡിറ്റോ ടോം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ K ശശിധരൻ, സംസ്ഥാന ട്രഷറർ ഡോക്ടർ റോയ് R ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ K, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അലക്സ് ഇട്ടിച്ചെറിയ, ഡോക്ടർ P ഗോപികുമാർ, തൃശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ്, ജില്ലാ കൺവീനർ ഡോക്ടർ മോളി ബേബി എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ രോഗി ബന്ധം ശക്തമാക്കാനും വർദ്ധിച്ചുവരുന്ന ആശുപത്രി ആക്രമണങ്ങൾ തടയുന്നതിൻ്റെയും ഭാഗമായി യാത്രാസംഘം ഡോക്ടർമാരോടും പൊതുജനങ്ങളോടും സംവദിച്ചു. സംഘം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെയും തൃശൂർ മെഡിക്കൽ കോളേജിലെയും അമല മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. കാസർഗോഡ് നിന്ന് മാർച്ച് 6 യാത്ര ആരംഭിച്ചത്. മാർച്ച് 16 തിരുവനന്തപുരം IMA ഹെഡ്ക്വാർട്ടേഴ്സിൽ യാത്ര സമാപിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,065 രൂപ, പവന് 64,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. CPIM നെല്ലായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു.
കൊടും ചൂടിന് ആശ്വാസമായി മഴയെത്തി. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വനിതാ കമ്മിറ്റിയുടെയും സെന്റ് മേരീസ് കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ദേശീയപാത മണ്ണുത്തി കല്ലിടുക്കിൽ ലോറികൾ കൂട്ടിയിടിച്ച് ക്ലീനർ മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.